ഹായ്, ഹലോ ആൻഡ് നമസ്കാരം. ലോകമെമ്പാടുമുള്ള നമ്മുടെ ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. പവേഡ് ബൈ Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Logistic partner Sri Trans Logistics. Around the globe and round the clock. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. മുംബൈയുടെ ജീവനാഡിയാണ് ലോക്കൽ ട്രെയിൻ. ആ ലോക്കൽ ട്രെയിനിന്റെ കഥയാണെന്ന് ഹലോ മൊബൈൽ ഏവർക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം. മുംബൈ വാസികൾക്ക് ലോക്കൽ ട്രെയിൻ ഒരു വികാരമാണ്. അവിടെയാണ് അവർ അവന്റെ അതിജീവന യാത്രയുടെ ചൂടും ചൂരും പേറുന്നത്. ജീവിതഭാരം ഇറക്കി വെക്കുന്നതും വേദനകൾ പങ്കിടുന്നതും കമ്പാർട്ട്മെന്റിലെ 2 മണിക്കൂർ യാത്രകളിലാണ്. ഈ ചൂളംവിളി കേട്ടാണ് മുംബൈ ഉണരുന്നതും ഉറങ്ങുന്നതും. അപ്പൊ ആ നഗരത്തിന്റെ ഈ ലോക്കൽ ട്രെയിൻ വിശേഷങ്ങളാണ് ഹലോ മുംബൈ. ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് മോസ്റ്റ് സീനിയർ ആയിട്ട് ഒരാളാണ്, അല്ലെ? CG തോമസ്, ചൂരിക്കാമയിൽ ജോർജ് തോമസ്. ഈ പേര് കേൾക്കുമ്പോൾ ദ കിങ്ങിലെ മമ്മൂട്ടിയുടെ പേരൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പൊതുവെ എല്ലാരും തോമസ് ചേട്ടാന്നാണ് വിളിക്കുന്നത്. അതെ, എല്ലാരും തോമസ് ചേട്ടൻ, തോമസ് ചേട്ടൻ, തോമസ് സാർ. ഓക്കെ, നാട്ടില് പത്തനംതിട്ടയാണ്. അപ്പം എത്ര വർഷമായി റിട്ടയർഡ് ആയിട്ട്? 38 വർഷമായി. 38 വർഷം. അതുകൊണ്ട് ഞാൻ വയസ്സ് പറയുന്നില്ല, കാരണം ആണുങ്ങളുടെ വയസ്സും പെണ്ണുങ്ങളുടെ ശമ്പളവും ചോദിക്കരുന്ന തിരിച്ചാണെങ്കിലും വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും 92 വയസ്സ് കഴിഞ്ഞു, അല്ലെ? 96 വയസ്സ്. 96 വയസ്സായി. അപ്പൊ 4 വർഷം കഴിഞ്ഞാൽ നമുക്ക് 100ാം വയസ്സ് സെലിബ്രേറ്റ് ചെയ്യണം. വിളിക്കണം, ഞങ്ങൾ വന്നിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എത്ര വർഷം വർക്ക് ചെയ്തു ഈ റെയിൽവേയിൽ? I worked 72 years. Oh, 72 years. Yeah, I joined in 1950 as an assistant driver. അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോ. ഓക്കെ, ഒരു യാത്ര ഇതേ കുറിച്ച് എന്താണ് താങ്കൾക്ക് ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്? എനിക്ക് I enjoyed my fishing. ആരായിട്ടാണ് ജോയിൻ ചെയ്തത് അതിൽ? റെയിൽവേ അസിസ്റ്റന്റ് ഡ്രൈവർ. അസിസ്റ്റന്റ് ഡ്രൈവർ ആയിട്ട്. ഓക്കെ, റിട്ടയർഡ് ആയത്? മോട്ടോർമാനായിട്ട്. അപ്പൊ അന്നൊക്കെ ഈ ഇങ്ങനെ ഒരു ജോലി കിട്ടാനൊക്കെ വളരെ ഈസിയാണോ? നാട്ടും പത്തനംതിട്ട ഈ ഒരു ഗ്രാമത്തിൽ വലിയ വിഷമായിരുന്നു. ഞങ്ങളുടെ ഇന്റർവ്യൂ ആദ്യം ഫസ്റ്റ് ഇന്റർവ്യൂ ഇതുണ്ടായിരുന്നു, റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. നാട്ടിൽ വെച്ചായിരുന്നു? ഇല്ല, ചർച്ചയായിട്ട് വെച്ചാൽ. ഒറ്റയ്ക്ക് വന്നാണോ അവിടുന്ന് നാട്ടിൽ നിന്ന് ജോലി? അതെ, എന്റെ ബ്രദർ ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ. അന്ന് അദ്ദേഹം എത്ര വർഷം? അപ്പൊ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർ സമയത്ത് അദ്ദേഹം ജോലി കണ്ടപ്പോ? ശരി, അദ്ദേഹം മരിച്ചുപോയി, 60ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഓക്കെ ഓക്കെ. അപ്പം അദ്ദേഹമാണ് താങ്കളെ ഇതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. ഓക്കെ. അന്നിപ്പോ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്നോ ഈ ജോലിയിലൊക്കെ? അയ്യോ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസ് കൂടുതൽ. ആംഗ്ലോ ഇന്ത്യൻസ്. ഓക്കെ. ആംഗ്ലോ ഇന്ത്യൻസ് ബ്രിട്ടീഷുകാർ ഡ്രൈവേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു, മെയിൽ ഡ്രൈവേഴ്സ്. അവരിപ്പോ വർക്ക് ചെയ്തിട്ടുണ്ടോ? അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡ്രൈവർ. ബ്രിട്ടീഷുകാരും ആംഗ്ലോ ഇന്ത്യൻസും പാഴ്സീസും ഒക്കെ അവരൊക്കെ നല്ല ഡ്രൈവേഴ്സ് ആയിരുന്നു. അത് ശരി. എന്താണ് അവരിന്ന് പഠിച്ചത്? പറഞ്ഞാൽ അവർ പഞ്ച്വലായിട്ട് ജോലി ചെയ്യണം. ഈ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം പിന്നെ നമ്മുടെ ആൾക്കാരുമായിട്ടായിരുന്നല്ലോ, അതിൽ കുറെ മലയാളികളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു വർക്ക് കൾച്ചറിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരെ പോലെ വർക്കിംഗ്. അവര് പറഞ്ഞു ഓൺ ടൈം യു ഷുഡ് കം ഫോർ ഡ്യൂട്ടി. കാരണം യു കനോട്ട് ഹാവ് ദിസ് തിങ് ലേസിനെസ് or something like that. അന്ന് അക്കാലത്ത് ഇതേപോലെ റഷ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇന്നിപ്പോ ഉള്ള പോലെ ഇത്ര തിരക്കൊക്കെ ഉണ്ടായിരുന്നു അന്നും? ഇത്രയും തിരക്കില്ലായിരുന്നു. അന്ന് 8 ആദ്യം വർക്ക് ചെയ്യുമ്പോൾ 4 ബോഗികളായിരുന്നു. 4 ബോഗി, പിന്നെ 6 ഓക്കെ, പിന്നെ 8 9 പിന്നെ 12 ഇലക്ട്രിഫൈ ചെയ്തിട്ട് 100 വർഷം തികയാണ്. അതെ അതെ. അപ്പം ആ ഒരു കൾച്ചർ, ഒരു വ്യത്യാസം എന്താണ് അതിന്റെ ഒരു വ്യത്യാസം താങ്കൾക്ക് തോന്നിയിരിക്കുന്നത്? നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ അടുത്ത് വർക്ക് ചെയ്തതും പിന്നീട് നമ്മള് ബ്രിട്ടീഷുകാർ വെരി ഗുഡ്, they are better than Indians. അന്ന് എത്ര ട്രെയിൻ ഉണ്ടായിരുന്നു? അന്ന് ഏതൊക്കെ റൂട്ടിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ? CST താനെ, CST കല്യാൺ, CST അമർനാഥ്, പിന്നെ കർജത്ത്, കൊപ്പോളി വരയ്ക്കും ഉണ്ട്. അന്ന് ഇത്ര ഫ്രീക്വൻസി ഉണ്ടായിരുന്നോ? ഫ്രീക്വൻസി ഇല്ല, തിരക്കും കുറവായിരുന്നു. കുറവായിരുന്നു. അന്ന് ഈ ട്രെയിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്.
ഉണ്ടായിരുന്നു. So many people. ഇന്നിപ്പോ ഞാൻ കേട്ട് ഏകദേശം ഒരു 3500ഓളം പേരൊക്കെ ഒരു വർഷം മരിക്കുന്നു എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. I am sorry to say that 90 people went under my train. 90 people in so many years. അത്ര വർഷത്തിനുള്ളിൽ 10 വർഷത്തിന്. പൊതുവെ സൂസൈഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ. അതിങ്ങനെ നോക്കത്തില്ല ശരിയായിട്ട്. അല്ലാതെ ക്രോസ് ചെയ്യുന്നവരും സൂസൈഡ് ചെയ്യുന്നവരും സൂയിസൈഡ് ചെയ്യുന്നത് കുറവാണ്. അത് കുറവാണ്. ചില യാത്രകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ സൂയിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കും, പക്ഷെ നടക്കില്ല. മിസ്സടിക്കും, ബ്രേക്ക് ഇടും. പക്ഷെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ബ്രേക്ക് അങ്ങനെ കേൾക്കാനില്ല. അടിച്ചു തരാൻ അതല്ലേ. അപ്പൊ അത് വല്ലാത്തൊരു ഫീലിംഗ്. ലോക്കൽ ട്രെയിനിലെ യാത്രയേക്കാൾ സങ്കീർണമാണ് അവ ഓടിക്കുന്ന മോട്ടോർമാൻമാരുടെ ജീവിതം. സിഗ്നലുകളും വഴിയിലെ തടസ്സങ്ങളും കൃത്യമായി ശ്രദ്ധിക്കണം. ഒരു ചെറിയ പിഴവ് മതി ഒരു വലിയ ദുരന്തത്തിന് കാരണമാകാൻ. അതിലും വലിയ കഷ്ടമാണ് തൻ്റേതല്ലാത്ത കുറ്റത്താൽ ട്രെയിൻ തട്ടി മരിക്കുന്ന ആളുകളെ നിത്യേന കാണേണ്ടി വരിക എന്നത്. അവരുടെ ബോഡി എടുത്ത് മാറ്റുന്നതും നടപടിക്രമങ്ങളും അഭിമുഖീകരിച്ചും അവർക്ക് ഒരു ദിവസത്തെ ഡ്യൂട്ടി മുഴുമിപ്പിക്കണം എന്നതാണ് ദുര്യോഗം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിട്ട് വിഷമം, ഭയങ്കര ദുഃഖം തോന്നിയ ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് 3 പേര് ഒന്നിച്ച് കേട്ടില്ല. അത് ഏത് വർഷമായിരിക്കാം? 1980 എന്തോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ നടക്കുന്നവർ സൂക്ഷിക്കുക. അതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് കർജത്തിൽ നിന്ന് വരുക. കർജത്ത് ആൻഡ് ബീഫ്രി റോഡ്. ഷീ വാണ്ടഡ് ടു ഒരു വില്ലേജറാ. ഷീ വാണ്ടഡ് ടു സൂസൈഡ്. പക്ഷേ whatever I passed over her, nothing happened to her. She was alive. ഞാൻ എല്ലാവരും പറഞ്ഞു. അതെങ്ങനെയാണ്? അതെന്ത് ടെക്നോളജിയിലാണ് അങ്ങനെ ആയത്? അത് ഇങ്ങനെ കിടത്താനൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ചിലവർ അങ്ങനെയാണ്. കാരണം ചിലവരുടെ ഈ വയസ്സ് വെച്ചിട്ടേ പണ്ട് മലയാളത്തിൽ പറയില്ലേ, ഇടിച്ചു കൊന്നാലും ചാവൂല എന്നുള്ള രീതിയിൽ. അതെങ്ങനെയായിരുന്നു. എന്തെങ്കിലും അവര് സന്തോഷത്തോടെ എവിടെയെങ്കിലും ഇന്ന് ജീവിതനോട് ഉണ്ടാവാം. ഈ അടുത്തിടയ്ക്ക് നമ്മൾ പറഞ്ഞത് ഒരുപാട് മലയാളികളുണ്ട് നമ്മുടെ ഈ ട്രെയിനിൽ, പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റ് ആയിട്ട്. ഈ ലോക്കോ പൈലറ്റ് എന്ന് പേര് വരാൻ എന്താണ് ഒരു കാര്യം? അത് ഞങ്ങളുടെ സമയത്ത് മോട്ടർമാൻ. പിന്നീട് ലോക്കോ പൈലറ്റ് എന്ന് വരാൻ കാര്യം എന്താ? കാരണം there is no driving in the train. Okay. It is a piloting like a plane. പണ്ട് ഈ നമ്മുടെ ഈ സിഗ്നൽ ഉണ്ട്, റെഡ് സിഗ്നൽ ഒക്കെ വരുമ്പോൾ അത് നിങ്ങൾ അറിയാതെ ക്രോസ് ചെയ്യാനും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? അന്ന് no maintenance properly signal. I have seen the red signal and train ahead. And I have stopped the train. And I have reported immediately, but they won't agree. പക്ഷെ ഇന്ന് റെഡ് സിഗ്നൽ പാസ് ആയി കഴിഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യും. അന്നും അത് തന്നെ. അന്നും അങ്ങനെ തന്നെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായും. അല്ല, അത് തീർച്ചയായും അത് സസ്പെൻഡ് ചെയ്യാനാണ്. കാരണം എന്താ വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് പൂനെയിൽ ഒരു ബസ് ഡ്രൈവർ, അയാൾക്ക് എന്തോ ഫ്രസ്ട്രേഷൻ ആയിട്ട് അയാൾ ആ ബസ് എടുത്ത് കൊണ്ടുപോയി റോഡിലുള്ള എല്ലാവരെയും ഇടിച്ചുള്ള വണ്ടിയിൽ കുറെ പേരെ കൊന്നു. അയാൾ ആ ഒരു ഗവൺമെന്റ് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറായിരുന്നു. കുറച്ച് വർഷം മുമ്പാണ്. അപ്പൊ അങ്ങനെ ഒരാൾ സിഗ്നൽ ക്രോസ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അതും തീർച്ചയായും ഒരാളെ കൊല്ലുന്നതിന് തുല്യമല്ലേ? അത് നോക്കാതെ ഒരാളല്ല, എത്രയോ ആൾക്കാർ, എത്രയോ ലക്ഷക്കണക്കിന് ക്രോസ് ചെയ്യുക. തീർച്ചയായും. അല്ല, അത് റൂൾസ് ആൻഡ് റെഗുലേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം അല്ലേ? അല്ലാത്തവരെ സസ്പെൻഡ് ചെയ്യാൻ ചെയ്യണം. 100%. എന്തെങ്കിലും താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ പങ്കുവെച്ച് വളരെ സന്തോഷം. അപ്പം 100ാം വർഷം അടിച്ചു പൊളിച്ച് ആഘോഷിക്കട്ടെ. ആൻഡ് നമ്മുടെ എല്ലാവിധ ആശംസകളും. 1853 ഏപ്രിൽ 16 ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നത്. അതായത് CST മുതൽ ഹാന വരയ്ക്കും. അതായിരുന്നു ആദ്യത്തെ ട്രെയിൻ. ഇതിപ്പം ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സർവീസിൽ ഒന്നാണ് നമ്മുടെ മുംബൈയുടെ ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. ഞാൻ 98 തൊട്ടാണ് ഡോംബിയിൽ നിന്ന് യാത്ര ചെയ്തു വരുന്നത്. രാവിലെ 7 മണിക്ക്, അതായത് 10 മണിക്ക് ഓഫീസിലെത്തണമെങ്കിൽ ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് 7 മണിയുടെ ട്രെയിനിങ്ങിലും പിടിക്കണം. അന്ന് ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു, ട്രെയിനുകളുടെ എണ്ണം കുറവ്. ആകെ 4 പ്ലാറ്റ്ഫോമാണ് ഡോംബിയിൽ ഉണ്ടായിരുന്നത്. അതിൽ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങൾ എത്തുക. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഞങ്ങൾ പകുതിക്ക് വെച്ച് യാത്ര തിരിച്ചു പോരേണ്ടി വന്നു. ട്രെയിനില്ലാതെ ഞങ്ങൾ പല റോഡ് മാർഗവും നടന്നൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും സൗകര്യങ്ങളായി, AC ട്രെയിനായി, ഫ്രീക്വൻസി കൂടി. ഞങ്ങൾ ട്രെയിനെ ആശ്രയിക്കുന്നത് തന്നെ ടൈമിൽ ബോംബെയിൽ എത്തണമെങ്കിൽ. ട്രെയിനാണ്
ഏറ്റവും നല്ല ഉപാധി. ഓരോ യാത്രക്കാരനും ഓരോ കഥയുണ്ട് പറയാൻ. അവർക്കൊക്കെ ഓരോ പ്രതീക്ഷകളാണ്, ഓരോ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളും പേരെയുള്ള യാത്രയാണ് ഓരോ ദിവസവും. ഓരോ മിനിറ്റിലും ഓരോ ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള യാത്രയിൽ. ജന്മനാട്ടിലെത്താൻ കാലങ്ങളായി മുംബൈ മലയാളികളുടെ ആശ്രയം ട്രെയിനുകളാണ്. ഓൺലൈൻ സംവിധാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് മണിക്കൂറുകൾ വരികളിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നൊരു കാലവും മലയാളിക്ക് മറക്കാനാകില്ല. ലോക്കൽ ട്രെയിനുകൾ പോലെ തന്നെ മുംബൈ മലയാളി ജീവിതത്തിലെ പ്രാധാന്യമാണ് ഈ ജയന്തി ജനത യാത്രയും. ടെക്നോളജികളുടെ ഒരു വളർച്ച അത് വലിയൊരു മാറ്റമാണ് അല്ലെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. റിട്ടയർഡ് ആയത് ചീഫ് റിസർവേഷൻ ഇൻസ്പെക്ടറായിട്ട്. ഓക്കെ. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് എനിക്കൊന്ന് ചെറിയൊരു പേപ്പറിലാണ് എന്ന് വെച്ചാൽ റിസർവേഷൻ കൗണ്ടർ എന്ന് വെച്ചാൽ ഒരു രജിസ്റ്ററാണ്. പേരൊക്കെ എഴുതാൻ വേണ്ടി രജിസ്റ്റർ വയ്ക്കും. ഓക്കെ. റിസർവേഷൻ ഫോം പാസഞ്ചേഴ്സ് സബ്മിറ്റ് ചെയ്യും. അതനുസരിച്ച് ആ രജിസ്റ്ററിൽ നോക്കിയിട്ടാണ് സ്ഥലം ഉണ്ടോ ഇല്ലയോ നോക്കുക, റിസർവേഷൻ അവൈലബിൾ ആണോ ഇല്ലയോ നോക്കുക. അതിനുശേഷം അതിനകത്ത് പേരെഴുതും, ഏജ് എഴുതും. അതിനുശേഷം കാർഡ് ടിക്കറ്റ്, ചെറിയൊരു കാർഡ് ടിക്കറ്റ്, ചെറിയ കാർഡ് ടിക്കറ്റ്, അതെ. അതിൻ്റെ മുകളിൽ ട്രെയിൻ നമ്പർ എഴുതും, ഡേറ്റ് ഓഫ് ജേർണി എഴുതും, പിന്നെ ബർത്ത് നമ്പർ, പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് സെപ്പറേറ്റ് കളറായിരുന്നു. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ആൾക്കാർ ഇത് വേണം ഇപ്പൊ പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത്. അന്ന് ഓരോ ക്ലാസ് വൈസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് വേറെ കൗണ്ടർ റിസർവേഷന്, സെക്കൻഡ് ക്ലാസ് കൗണ്ടർ വേറെ കൗണ്ടർ, അങ്ങനെ പല കൗണ്ടറായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ വെൻഡിങ് മെഷീൻ വരെയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിനിന്റെ ടിക്കറ്റ് എവിടെയും കിട്ടും. അന്നെന്ന് വെച്ചാൽ നമ്മുടെ റിസർവേഷൻ ഓഫീസിൽ മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് തത്കാലായി, പ്രൈം തത്കാലായി, പല പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അന്ന് ചേട്ടനെ വന്ന ആൾക്കാർ ചോദിക്കില്ലേ ഒരു ടിക്കറ്റ് എനിക്ക് ഇവിടെ എടുത്ത്? അന്നൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം എന്ന് വെച്ചാൽ മാനുവൽ റിസർവേഷൻ സമയത്താണ്. അന്ന് ഏജന്റുമാരുണ്ട് ആവശ്യത്തിന് അല്ലേ? അന്നുണ്ട്. ഈ ഒരു ഇത്രയൊരു കാലഘട്ടത്തിലെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താണ് ചേട്ടന് തോന്നിയിരിക്കുന്നത്? ഈ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്നു? പറയുകയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറൈസേഷൻ റിസർവേഷൻ വന്നതിന് ശേഷം ഒട്ടനവധി ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇന്നതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ടിക്കറ്റ് ഓൺലൈനായിട്ടും എവിടെ വേണമെങ്കിലും കിട്ടും. പണ്ടാ സംവിധാനം ഇല്ലായിരുന്നു. എല്ലാം ടിക്കറ്റ് മാനുവൽ കൗണ്ടറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. ഇന്നതല്ലല്ലോ. ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇന്ന് TTRമാർക്ക് അന്നും ഈ ഒരു നമ്മുടെ ഈ ഓവർകോട്ടും ഇതൊക്കെ തന്നെ യൂണിഫോം ഉണ്ട്. ഈവൻ ഞങ്ങൾക്കും സ്റ്റാർട്ടിങ്ങിൽ യൂണിഫോം ഉണ്ടായിരുന്നു. പിന്നീട് ശരിക്കൊന്നും ഈ ഇപ്പോഴും പറഞ്ഞ മോട്ടോർമാൻ ഒക്കെ ഇല്ലെന്ന് തോന്നുന്നു. മോട്ടോർമാൻ ഇല്ല. അവർക്ക് ആക്ച്വലി ഗാർഡിൻ ഉണ്ടായിരുന്നു. അവർക്ക് ടൈ ഒക്കെ കെട്ടി കോട്ടൊക്കെ ഞങ്ങൾക്കും പണ്ടൊക്കെ ഫസ്റ്റ് ക്ലാസ് കൗണ്ടറിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റി. പിന്നീട് കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. അന്ന് നാട്ടിലേക്ക് ഇത്ര ട്രെയിൻ ഒന്നുമില്ല. ആകപ്പാടെ എനിക്കൊന്ന് ഒരു ട്രെയിൻ ആകപ്പാടി പനമ്പള്ളി റെയിൽവേ മിനിസ്റ്ററായിട്ട് വന്നതിന് ശേഷം, റെയിൽവേ മിനിസ്റ്ററായിട്ട് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു ട്രെയിൻ കിട്ടുന്നത്. ജയന്തി ജനത അല്ലേ? ജയന്തി ജനത. അന്ന് ഈ ആൾക്കാർ മുഴുവൻ ചേട്ടൻ വലിയക്കാർ ഒത്തിരി വരുമല്ലോ. ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒത്തിരി ചെയ്തു കൊടുക്കണല്ലോ. പലരും ഡിസർവിങ് കേസസ് പല ടെലിഗ്രാം കിട്ടി. അതുപോലെ പെട്ടെന്ന് പോകേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ ആൾക്കാർ പിന്നെ നമ്മൾ സ്ഥലമില്ലെങ്കിൽ എമർജൻസി കോട്ടയിൽ നിന്നും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് അങ്ങനെ സഹായിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ വളരെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ ആരും താല്പര്യപ്പെട്ട് വരുന്നില്ല? ഇന്നിപ്പോൾ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ മുഴുവനും പോകുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. ഇന്ന് നമുക്കറിയാം ഈ പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻസ് ആണെന്ന് ഫോറിനിൽ പഠിക്കുന്നത്. അതായത് ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അമേരിക്ക ആയാലും UK ആയാലും. പക്ഷെ ഇന്ന് പണ്ടത്തെ പോലെ ആ വരവ് പണ്ട് എൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ 64 ഞാൻ 64 ഇവിടെ വരുന്നത്, ലോനാവാലി വരുന്നത്. 67 അന്ന് എനിക്ക് 19 വയസ്സ്. SSC കഴിഞ്ഞു, ജസ്റ്റ് വരികയാണ് ഞാൻ അങ്ങോട്ട്. എന്ന് വെച്ചാൽ നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീട് ഒരു ABC എന്ന് പറഞ്ഞൊരു കമ്പനി ലോനാവാലി ഉണ്ടായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു. 67 റെയിൽവേ സർവീസ് കമ്മീഷൻ വഴി. ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ജോലി. അന്ന് പറയുകയാണെങ്കിൽ ശമ്പളം കുറവാണ്.
പക്ഷേ അതേ സമയത്ത് എന്നോട് പലരും ഉപദേശിച്ചു നിങ്ങൾ ഈ പ്രൈവറ്റ് ജോലി വിട്ടിട്ട് എന്തിനാ റെയിൽവേ പോകണമെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു റെയിൽവേ ഒരു സെക്യൂർഡ് ജോബാണ്. അതെ അതെ. പിന്നെ നമ്മുടെ അന്നത്തെ കാലത്ത് 19 വയസ്സ് 20 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു നമുക്കൊരു പാസ് കിട്ടുന്നുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, അത് നോക്കുകയാണെങ്കിൽ ഇത് ഗവൺമെന്റ് ജോലി തന്നെ. അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 80s സമയത്തൊക്കെയാണ് ആൾക്കാർ കൂടുതലും ഒരു ഗവൺമെന്റ് ജോബ് വേണം. ഇപ്പോൾ ഒട്ടന്നെ ഇപ്പോഴും സാലറി കൂടിയല്ലോ. ഈ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലിയിൽ റെയിൽവേക്ക് വലിയ ശമ്പളം ഇല്ലേ? പണ്ട് ജോലി ചെയ്തവരെക്കാട്ട് ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ട്. റിട്ടയർഡ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. റിട്ടയർഡ് സ്റ്റാഫിന് ഇപ്പോഴുണ്ട്. ഞങ്ങൾ തമ്മിൽ ആ ബന്ധം. ചില ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ. എന്നാലും ആ ഒരു സ്നേഹം, ഞാനിപ്പോ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഈ ട്രെയിൻ പോകുന്നത് കാണാം, ലോക്കൽ ട്രെയിൻ പോകുന്നതൊക്കെ കാണാം. ഇപ്പോഴും ആ ഒരു സ്നേഹവും ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ആ ഒരു അടുപ്പം എപ്പോഴും കാണിക്കുമല്ലോ. എന്തായാലും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഒട്ടനവധി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിയൊരു മാറ്റം റെയിൽവേ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഡിസിപ്ലിനും എല്ലാ കാര്യങ്ങളും പല റിസർവേഷനിലാവുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പല ഭാഷക്കാരെ. ഈവൻ ഫോറിനേഴ്സും ഈ ഫോറിൻ ടൂറിസ്റ്റൊക്കെ വരുമല്ലോ, അവർക്ക് ഫോറിൻ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട്. ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരനാണ് നമ്മുടെ റെയിൽവേക്ക് തുടക്കം കുറിച്ചെങ്കിലും ഇന്ന് അവർക്ക് ഇന്നൊരു അതിശയമാണിത്. നമ്മളിങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെവലപ്പായേ പറ്റൂ. കാരണം നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം ട്രെയിൻ സർവീസ് മറ്റുള്ള അമ്യൂണിറ്റീസ് കൂട്ടിയേ പറ്റൂ. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർ ഇപ്പം കൂടുതൽ ഫ്ലൈറ്റിലൊക്കെ പ്രിഫർ ചെയ്യാൻ പോകാനൊക്കെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിലെ ചാർജസ് നോക്കുകയാണെങ്കിൽ വലിയ റേറ്റാണ്. അതേ സമയത്ത് റെയിൽവേയിൽ ഒരു 2 ടയർ AC 3 ടയർ AC കിട്ടുകയാണെങ്കിൽ അതാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുക. ചേട്ടാ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് നമ്മുടെ ഈ ലോക്കൽ ട്രെയിനാണ് അല്ലേ? എനിക്കൊന്ന് കോടിക്കണക്കിന് ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡബ്ബാവാലകളാണ്. ഡബ്ബാവാലകളില്ല. പക്ഷെ അവരെ എനിക്കൊന്ന് വിക്ടോറിയ ക്യൂനിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആദരിച്ചിട്ടുണ്ട്. രാജ്ഞിയുടെ ആരുടെയോ കല്യാണത്തിന് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ടില്ല ഇവരെങ്ങനെയാ? അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ടിക്കറ്റിന്റെ ഒക്കെ? ഇവർക്കൊരു മന്ത്ലി പാസ് ഉണ്ട്. മന്ത്ലി പാസ്. ആ പാസ് വെച്ചിട്ടാണ് ഡബ്ബയ്ക്ക് കൊണ്ടുപോകാനുള്ള ഇതുണ്ട്. ഈവൻ ഈ ഫിഷൊക്കെ കൊണ്ടുവരുന്നവർക്കും എല്ലാവർക്കും പാസ് ഉണ്ട്. ടിക്കറ്റ്. അപ്പൊ അതിന് പ്രത്യേക സ്ഥലം ഉണ്ടെന്ന് തോന്നല്ലേ? ഫിഷ് കൊണ്ടുവരാനുള്ള സെപ്പറേറ്റ് ഉണ്ട്. ലഗേജ് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ചേട്ടൻ ഇൻസ്പെക്ടറായിട്ട് പോയി പിടിക്കുക? ആരെയും പിടിക്കുന്നത്? യാത്ര ചെയ്യുന്നവരെയാണ്. ഇപ്പോൾ ആക്ച്വലി പറഞ്ഞത് റിസർവേഷനോട് ബന്ധപ്പെട്ട ആ ഒരു പോസ്റ്റാണ്. ഇപ്പോൾ അതിന് ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ എന്നും പറയും. റിസർവേഷൻ്റെ ഇപ്പോൾ VT സ്റ്റേഷനിലാണെങ്കിൽ ഒരു ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ കാണും. ഏതെങ്കിലും ഒരു റിസർവേഷൻ സെൻ്റർ ആണെങ്കിൽ അവിടെ ഒരു ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ കാണും. അതിൻ്റെ അണ്ടറിലാണ് അവരെയാണ് നമ്മൾ പോവുക, ചെക്ക് ചെയ്യുക. നമ്മൾ അവിടുത്തെ റിസർവേഷൻ്റെ ആളോ എല്ലാം നമ്മൾ ഇൻചാർജ് ആയിരിക്കും എൻ്റെ. പിന്നെ എൻ്റെ അണ്ടറിൽ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ റിസർവേഷൻ സൂപ്പർവൈസേഴ്സ് കാണും. പിന്നെ സീനിയർ റിസർവേഷൻ. ഒരുപാട് മലയാളികളുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അന്ന് എന്നു വെച്ചാൽ കൗണ്ടറിൽ പേരെഴുതി വെക്കണം. എല്ലാം മലയാളത്തിലുള്ള മലയാളത്തിലൊക്കെ മലയാളികൾ, അവരൊക്കെ മലയാളികൾ. പക്ഷേ ഇന്ന് മറിച്ചാ, ഇന്ന് വളരെ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് ആ ഒരു മാറ്റമുണ്ട്. ഇന്ന് കാലം മാറി, കഥകൾ മാറി, അങ്ങനെ മലയാളികളും കുറഞ്ഞു. ഇനി എന്തെങ്കിലും കഥകൾ പറയാൻ കൂടുതൽ മലയാളികൾ ഇനിയും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആ വരവ് നിന്നു. പണ്ട് മലയാളികൾ എന്ന് വെച്ചാൽ പണ്ട് അന്നൊക്കെ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുക, വിടുക ബോംബെ, 10ാം ക്ലാസും ഗുസ്തിയും കഴിഞ്ഞിട്ട് ഇവിടേക്ക് അല്ലെങ്കിൽ കൽക്കട്ട. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത അന്ന് മില്ലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ബോംബെക്കായിരുന്നു. ആ ഒഴുക്ക് നിന്നു. അപ്പൊ ഇനി കഥ പറയാൻ മലയാളികൾ കുറഞ്ഞു. ഇനി പറയുന്ന കഥകൾ ആര് പറയണം? പക്ഷെ ഞങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആയിരത്തി 1853 ആദ്യമായിട്ട് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് സ്റ്റീം എഞ്ചിനായിരുന്നു. പിന്നീടാണ് ഇലക്ട്രിക്കൽ ട്രെയിനിലേക്ക് മാറ്റപ്പെട്ടത്. അന്നൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ EP വാസുവും മറ്റുള്ള ആൾക്കാരും ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഏകദേശം നോക്കൂ, 75 ലക്ഷം പേര് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങളും റെയിൽവേയിൽ എത്തിക്കഴിഞ്ഞു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത്രയധികം ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ ആണെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു അഴുപ്പ് മറ്റുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ള അത്ര വളരെ നീറ്റായി കൃത്യമായി റെയിൽവേ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. അത് തീർച്ചയായും ഒരു അഭിമാനിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. പണ്ടത്തെക്കാൾ ഇപ്പം ഭയങ്കര നീറ്റും ക്ലീനും ഇതൊക്കെ നമുക്ക് നോക്കുക. പണ്ടത്തെ പോലെ നമുക്ക് പണ്ട് ഞാനൊക്കെ അന്നിരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ട്,
ഒരു സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അന്ന് സ്റ്റാർട്ടിങ്ങിൽ 64 തേർഡ് ക്ലാസ് എന്ന് പറയും. പിന്നീട് അത് മാറി സെക്കൻഡ് ക്ലാസ് ആയി, സെക്കൻഡ് സ്ലീപ്പറായി, പിന്നെ തേർഡ് AC ആയി, 2 ടയർ AC ആയി, ഫസ്റ്റ് AC ആയി. പക്ഷെ ഇപ്പൊ നാട്ടിലോട്ട് ഫസ്റ്റ് AC ഒക്കെ കുറവാന്ന് തോന്നുന്നു ഇപ്പോഴും. ഉണ്ട് ചില ട്രെയിനിൽ 18 സീറ്റിന്റെ ഒരു കോച്ചാണ്. 18 22. ഇപ്പോഴും ചേട്ടന്റെ യാത്ര ട്രെയിനിൽ തന്നെയാണ് നാട്ടിലോട്ട് പോകുന്നത്? ഞാൻ ആൾമോസ്റ്റ് ഇൻ കേസ് എമർജൻസി മാത്രം ഫ്ലൈറ്റിൽ പോകും, അല്ലെങ്കിൽ ട്രെയിൻ യാത്ര തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് തീർച്ചയായും. അതായത് അവരൊക്കെ ഇന്നും നമ്മൾ റെയിൽവേ അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. വാസുവേടനൊക്കെ റിട്ടയർഡ് ആയിട്ട് ഇത്ര നാളായെങ്കിലും ഇപ്പോഴും കൂടുതൽ ആഗ്രഹവും കൂടുതൽ ഇഷ്ടവും തീർച്ചയായിട്ടും ട്രെയിനോട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് 100 വർഷം തികയാണ് ഇപ്പം ഇലക്ട്രിഫൈഡ് ചെയ്ത്. പിന്നെ വളരെ ഇത്രയധികം പുരോഗമനം ഉണ്ടായതിൽ നമുക്കൊരു ഭാഗമായ കഴിഞ്ഞല്ലോ. പിന്നെ ഏഷ്യയിലും ഏറ്റവും വലിയ റെയിൽവേ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു യാത്രാ സംവിധാനം. അതും ടോട്ടൽ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കൂടുതലുള്ളത് ബോംബെയാണ്. തന്നെയല്ല ഏറ്റവും ചീപ്പസ്റ്റ്. ട്രെയിനാണ് എപ്പോഴും നമുക്ക് എന്താ പറയുക കൺവീനിയൻറ്റും, അതുപോലെ ടൈം കൺസ്യൂമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ട്രെയിൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് എത്താൻ പറ്റും. 4 വീലറൊക്കെ യൂസ് ചെയ്തിട്ട് ജോബിന് പോകണേലും ആൾക്കാർക്ക് കൂടുതൽ കൺവീനിയൻറ്റ് ട്രെയിൻ ജേർണി തന്നെയാണ്. കാരണം വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ഗവൺമെൻറ് ടിക്കറ്റ്സ് ഒക്കെ തരുന്നത്. അപ്പോൾ ഒരാൾക്ക് മിനിമം പ്രൈസിൽ തന്നെ നല്ല ദൂരം ട്രാവൽ ചെയ്യാനും തിരിച്ചു വരാനും ഒക്കെ പറ്റും ഒരു മന്ത്ലി പാസ് എടുത്തു കഴിഞ്ഞാൽ. എല്ലാ ഉത്സവങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് ട്രെയിനിൽ. ദസറ ആയിക്കോട്ടെ, ദിവാലി, ഹോളി, മകരസംക്രാന്തി, എല്ലാ ഫെസ്റ്റിവലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ട്രെയിനിൽ. നവരാത്രിക്ക് ഞങ്ങൾ നവരാത്രി കളേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ട്രെയിനിൽ സാരി ഉടുത്തുകൊണ്ട് യാത്ര ചെയ്യുക വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടിയും അതിനെ ഒരു സാധാരണ കാര്യമായിട്ടേ ഞങ്ങൾ കാണാറുള്ളൂ. ഇതിനെല്ലാം പിന്നിൽ ഓരോ നിമിഷവും ഞങ്ങൾ അതിനകത്ത് ഹാപ്പിനെസ് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ എനിക്ക് വളരെ ദുഃഖമുള്ളൊരു കാര്യമായിട്ട് തോന്നിയത് കൊറോണ കാലത്ത് ലോക്കൽ ട്രെയിനിലുള്ള യാത്ര അനുഭവം അല്ലായിരുന്നു, വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ലോക്കൽ ട്രെയിനിലുള്ള വിഷമം എന്താണ് ഞങ്ങൾ മനസ്സിലായത്. വീണ്ടും ഞങ്ങളുടെ യാത്ര സാധാരണഗതിയിലായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെല്ലാം എനിക്ക് നഷ്ടമായി. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, പലർക്കും ട്രെയിൻ മാറി യാത്ര ചെയ്യേണ്ടി വന്നു. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മുംബൈയും ലോക്കൽ ട്രെയിനും വടപ്പാവും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. 10 കൊല്ലമായി ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു. ഓവർ ക്രൗഡഡ് ആയിട്ടുണ്ട്, ട്രാവലിങ്ങിന് കുറേ ഇഷ്യൂസ് ഉണ്ട്, ട്രെയിൻസ് ലേറ്റ്, അങ്ങനത്തെ കുറേ പ്രോബ്ലം. പിന്നെ ഠാണയിൽ നിന്ന് ഇറങ്ങി സ്ലോ ട്രെയിനിലേക്കും പോകണം, അങ്ങനത്തെ കുറേ റൂട്ടീൻസും ഉണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നു. എന്നാലും വി ലവ് ട്രെയിൻ, വി ലവ് മുംബൈ. പക്ഷെ ബോംബെയിൽ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ഈ നമുക്ക് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഒരാൾ വന്നാൽ ലോക്കൽ ട്രെയിനിൽ കയറി ഇറങ്ങാനൊന്നും പറ്റൂല, അല്ലെ കടലിൽ പോയിട്ട് മേടിച്ചിരിക്കണം. അത് ഇപ്പോഴും ഈ സ്ഥിതി വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. പണ്ട് ഞാൻ 67 ജോയിൻ ചെയ്യാണ് വീട്ടി സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് കല്യാണിൽ. അന്ന് സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ, സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ 2 മണി 8-10 വരെയും കാണും. 10 മണി കഴിഞ്ഞ് ഞങ്ങൾ പകലാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ അപ് ടു കല്യാൺ വരെ യാത്ര ചെയ്യും. രാത്രി ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ താനൂര് ഇറങ്ങും ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന്. കാരണം അവിടുന്ന് ആൾക്കാരില്ല. താനം മുതൽ ഈ ആ ഏരിയ കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്, ഉംബ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ കള്ളന്മാരൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ താനയിൽ ഇറങ്ങും. റെയിൽവേ സ്റ്റാഫ് ഞങ്ങൾ ഇറങ്ങിയിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ കയറി. സെക്കൻഡ് ക്ലാസ്സിൽ നല്ല ആൾക്കാരുണ്ടായിരിക്കും. അന്ന് ഫസ്റ്റ് ക്ലാസ്സിലാണ്. ഇന്ന് നേരെ മറിച്ചാ. ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിലെ സെക്കൻഡ് ക്ലാസ്സിലെ AC എല്ലാം തിരക്കാണ്. ഇറങ്ങണമെങ്കിൽ തന്നെ ശരിക്കും പറയണത് ബോംബെയിൽ എന്തെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നമ്മളൊരു 2 സ്റ്റോപ്പ് മുമ്പേ പ്ലാൻ ചെയ്യണം ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്നുള്ളത്, അല്ലേ? അതേപോലെ കയറുന്നത് പോലെ തന്നെ പ്ലാൻ ചെയ്യണം. അതൊരു നമ്മളെ ഈ സമുദ്രത്തിലെ വെള്ളം പോകുന്ന പോലെ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയില്ലെങ്കിൽ അവിടെ നിന്ന് പോകും. അത് ഏറ്റവും ഡേഞ്ചർ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ മുണ്ട കൊടുത്ത് വരെ അവരിറങ്ങും ചിലപ്പോൾ മുണ്ടുപിടി. അപ്പം മുണ്ടുകൊടുത്തവരാരും ഇനി ട്രൈ ചെയ്യണ്ടെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും വളരെ സന്തോഷം. ഈ ലോക്കൽ ട്രെയിനിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അന്നൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു വ്യത്യാസം നമ്മൾ എന്ത് തോന്നുന്നു? കാശുള്ള ആൾക്ക് പ്ലെയിൻ ഓട്ടിക്കാം, കപ്പൽ ഓട്ടിക്കാം, കാർ ഓട്ടിക്കാം. ട്രെയിൻ ഓട്ടിക്കണമെങ്കിൽ സിസ്റ്റത്തിൽ കൊടുക്കണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 ജനം ടിവിയിൽ ഹലോ മുംബൈ വോയിസ് ഓഫ് മഹാരാഷ്ട്ര. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. helomumbai@gmail.com. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, take care. Bye. फिर मिलेंगे. हेलो मुंबई, हेलो मुंबई, हेलो मुंबई,
ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Logistic partner Sri Trans Logistics. Around the globe and round the clock.